ആഘോഷം വന്ന ഷോപ്പിംഗ് എവിടെ തുടങ്ങണമെന്ന് ആലോചിക്കണ്ടേ? ഒറ്റ ഉത്തരേ ഉള്ളൂ, തനാസ് അമ്പലംകുന്ന്. ചേച്ചിക്ക് സാരിയും താവടി, ചേട്ടന് ഷർട്ടും മുണ്ടും, കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങളും ഫാൻസി ഐറ്റംസും, വീട്ടിലേക്ക് വേണ്ട കർട്ടൻ, മാറ്റ്, ടേബിൾ ഷീറ്റ് മുതൽ സ്റ്റൈലിഷ് ടോപ്പുകൾ, ചുരിദാറുകൾ, ചെരുപ്പുകൾ, ടീഷർട്ടുകൾ വരെ എല്ലാം തനാസിൽ. വലിയ കളക്ഷൻ, മികച്ച ക്വാളിറ്റി, അതും നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ. 365 ദിവസവും ഓഫറുകൾ. അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് കൂടുതൽ സന്തോഷം. നഗരങ്ങളിലേക്ക് പോകേണ്ട, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയും വലിയ കളക്ഷൻ. തനാസ്. കുടുംബത്തിൻ്റെ എല്ലാ ഷോപ്പിങ്ങിനും ഒരു കുഞ്ഞു സന്തോഷം. കൊല്ലം ആയൂർ റൂട്ടിൽ അമ്പലംകുന്ന്. തനാസ്. വാങ്ങാൻ വരൂ, സന്തോഷത്തോടെ മടങ്ങൂ. തനാസ് അമ്പലംകുന്ന്. അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന നാളുകളിൽ അതിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗോവർ സംഘം ഓഫീസാണ് ജമാഅത്ത് പ്രദേശത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി ഇതിനെ രൂപപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ദുആയും പ്രാർത്ഥനയോടും ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. സജീവമായി പ്രവർത്തിക്കുന്നു. 4 മേഖലാ കമ്മിറ്റികളിലും നമ്മൾ നബിദിന റാലി സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ സർക്കുലറുകൾ എത്തിക്കുകയും എല്ലാ മേഖലാ കമ്മിറ്റികളെയും സജീവമായിരിക്കുന്നവരെല്ലാം ആത്മാർത്ഥമായ കാര്യത്തിൽ പ്രവർത്തിച്ചു. വലിയ സന്തോഷമുണ്ട്. ഞാൻ റാസ്മോലി അടക്കം, അതുപോലെ സത്താർ സാഹിബ് അടക്കം, യൂസുലാരി അടക്കമുള്ളവരെ ഞാൻ പ്രത്യേകം, സൈദ് അടക്കമുള്ളവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നസീർ സാഹിബ് അടക്കം എല്ലാവരും. നമ്മൾ നിശ്ചയിച്ച സമയം വളരെ വൈകിയാണ് നമ്മുടെ കമ്മിറ്റി തുടങ്ങി. നമ്മൾ സാധാരണ 2 മാസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ 2-3 ദിവസം കൊണ്ട് ചെയ്തു എന്ന് പറയാം. അത് നമ്മൾ ഇവിടുന്ന് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 2 വ്യാഴാഴ്ച ദിവസമാണ് നമ്മൾ തീരുമാനിച്ചത്. വ്യാഴാഴ്ച കമ്മിറ്റി കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അന്ന് വൈകിട്ട് തന്നെ നേരെ കടയ്ക്കൽ പ്രസിൽ ചെന്ന് നമുക്ക് എല്ലാ വർക്കുകളും എല്ലാ വർഷവും ചെയ്തു തരാനുള്ള സാസ് പ്രസിൽ പറഞ്ഞ് അവരടയ്ക്കാറായി. എന്നിരുന്നാലും നമ്മുടെ സ്ഥിരമുള്ള നമ്മുടെ വർക്കുകൾ മനസ്സിലാക്കി അതിന്റെ പ്രവർത്തനം നമ്മളോടൊപ്പം ഇരുന്ന് നമുക്ക് പള്ളിയിൽ എത്തിക്കാനുള്ള മുഴുവൻ സർക്കുലറും പ്രിന്റ് ചെയ്തു തന്നു. ആ സർക്കുലറുകൾ അന്ന് രാത്രി തന്നെ 4 മേഖലാ കമ്മിറ്റിയിൽ എത്തിച്ചു. മേഖലാ കമ്മിറ്റിയുടെ പ്രവർത്തകർ വെള്ളിയാഴ്ച രാവിലെയും അന്ന് രാത്രിയുമായി താലൂക്കിലെ മുഴുവൻ മഹല്ലുകളിലും എത്തിച്ചു. മാത്രമല്ല മഹല്ല് പരിപാലന സമിതി അംഗങ്ങളെ ഇമാമുമാരെയും എല്ലാവരും ബന്ധപ്പെട്ടു. പിന്നെ ചിലരൊക്കെ ചിലപ്പോൾ രണ്ടാമത് പരിപാടി കഴിഞ്ഞിട്ട് കരീം താരിഫ് പാവപ്പെട്ട അവലാദിയായിട്ടാണ്. അത് വേണ്ട, ജോലി പോലെയാണ്. ആകെ മടുത്തിരിക്കുമ്പോൾ തന്നെ ഫോൺ ചെയ്ത് മടുക്കുന്നു. അപ്പാവ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന അവസരമാണ്, അത് ചെയ്യണ്ടേ? അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തണം. ഒരു ബാധ്യതയും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ സമയം. അപ്പോൾ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനം, നോട്ടീസിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ ഫണ്ട് കണ്ടെത്താൻ വലിയ പ്രയാസമാണെങ്കിലും അരികളുടെ ഇതിനെ കണ്ടെത്തുകയും വേണം. ജമാഅത്തുകളിൽ നിന്നും ഒരു ഫണ്ട് കിട്ടുന്ന കാര്യത്തിൽ നമ്മുടെ ഈ മേഖലാ കമ്മിറ്റി പര്യടനം നടത്തുമ്പോൾ അത് വളരെ കാര്യമായിട്ട് പറയുകയും നേരത്തെ സമ്മേളനത്തിന് മുമ്പ് തന്നെ അത് കളക്ട് ചെയ്യാൻ നോക്കുകയും ചെയ്യണം. ഈ സമ്മേളനത്തിൻ്റെ അന്ന് അവിടെ വരുമ്പം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തു തീർക്കേണ്ടി വന്നാൽ നമ്മൾ ഏത് രീതിയിൽ അതിൽ ഇടപെടൽ നടത്തുമോ അതിനേക്കാൾ കൂടുതൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കാര്യത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയും. എന്നാൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം. നമ്മളൊക്കെ കേട്ട് പഴകിയ ഒരു ഹദീസാണ്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി. മാതാപിതാക്കള്, മക്കള്, ഭൗതികമായ എല്ലാ കാര്യങ്ങളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇഷ്ടമാകുന്നത് വരെ നമ്മൾ